ആൾക്കാർക്ക് പെട്ടെന്ന് അതിനെതിരെ പറയാനുള്ള തോന്നുക. നിങ്ങൾ ഇത്രമാത്രം ലിനിയെ സ്നേഹിച്ചോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും. അതിന്റെ സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 നിപ്പ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നത്തെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു രൂപമാണ് നമ്മുടെ പ്രിയപ്പെട്ട ലിനി സിസ്റ്ററുടേത്. അവരുടെ ഭർത്താവ്, 2 മക്കള്, അത് കേരളക്കരയാകെ എന്ന് പറഞ്ഞാൽ കരഞ്ഞുപോയ ഒരു ദിവസം തന്നെയായിരുന്നു. അത് രോഗിയെ ശുശ്രൂഷിക്കുന്നതിനിടയിലാണ് അവർക്ക് രോഗം പിടിപെടുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ എഴുതിയ ഒരു കത്തും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഈ കുട്ടികളെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ഹസ്ബൻഡിനെയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ് അയാൾക്കൊരു ജോലി കൊടുത്തു. അയാൾ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് ഇവിടെ തന്നെ ഒരു ജോലി കൊടുക്കുകയും ഒക്കെ ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴേ അവർക്ക് ഒരമ്മയുണ്ട്, അതായത് പ്രദീപ എന്ന് പറയുന്ന അമ്മ. 4 വർഷമായി അവരുടെ രണ്ടാമത്തെ വിവാഹം, അതായത് സജീഷ് രണ്ടാമത്തെ വിവാഹം, അവരുടേതും രണ്ടാമത്തെ വിവാഹമാണ്. അവർക്കൊരു മകളുണ്ട്. അതുപോലെ തന്നെ സജീഷിനാണെങ്കിൽ 2 മക്കള്. ഒരു വേർതിരിവുമില്ലാതെ ആ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴേ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം തന്നെയാണ്. അതായത് ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അമ്മയെ എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ എന്ന് പറയുന്ന ആ സഹോദരിക്ക് ഒരുപാട് വെല്ലുവിളിയോട് കൂടിയിട്ടാണ് അവർ സജീഷിനെ കല്യാണം കഴിച്ചത്. കാരണം എന്താ, അതായത് എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ, ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വരെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ നാട്ടുകാരിടപെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കണ്ണ് നിറയ്ക്കരുത്, അതുമാത്രമാണ് എല്ലാവരുടെയും ആഗ്രഹം. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അസൂയും കുശുമ്പും ഉണ്ട്, അതും പറയണമല്ലോ. അതായത് ചില ആൾക്കാർക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. ചില ആൾക്കാരൊക്കെ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം ഒരു വർഷമോ അല്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ 2 മാസം ഇല്ലെങ്കിൽ 1 വർഷം കൂടി വന്നാൽ അത്രയേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും 4 വർഷമായിട്ട് അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് 3 കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ജീവിക്കുന്നു. അതുമാത്രവുമല്ല, അവർ എവിടെ പോയി കഴിഞ്ഞാലും അവരുടെ മനസ്സിലും അവരുടെ കൂടെയും ലിനി സിസ്റ്ററുടെ ആ ഒരു കരസ്പർശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാർ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പ്രദീപ രണ്ടാനമ്മയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാലോ. നാട്ടുകാരുടെ വായിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇപ്പോഴ് സൈന പ്ലസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിനൊരു മാറ്റം വരുന്ന പറഞ്ഞ പോലെ ഞാൻ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പോയാൽ 2 ആഴ്ച അല്ലെ 1 മാസം കഴിഞ്ഞാൽ അത്രത്തോളം ഓരോരുത്തർക്ക് അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതായത് ക്യാമറയുടെ മുന്നിൽ നമ്മൾ ഈ വീഡിയോസിൽ ഇതിലൂടെ അഭിനയിക്കുകയാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നു, അതാണ് അഭിനയിക്കുകയാണ്, അത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഇപ്പൊ 4 കൊല്ലമായി. അപ്പൊ ഞാൻ പറഞ്ഞ 4 കൊല്ലമൊക്കെ ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഓസ്കാർ അവാർഡില്ല കിട്ടും, ഇത്രയും നല്ലോണം തന്നെ അഭിനയിച്ച് പോകണമെങ്കിൽ. അപ്പൊ അപ്പൊ ആ സമയത്ത് അതുപോലെ തന്നെ പോയി, വേറെ ഒന്നും ഒരു മാറ്റമൊന്നും വരുത്തിയില്ല. നമ്മളെങ്ങനെയാണോ അത് തന്നെയാണ് നമ്മളെ ലൈഫിൽ വീഡിയോസിലൊക്കെ. അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴും വന്ന കമൻ്റാണ്. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള കമൻറ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെയുണ്ട് എന്നുള്ളതാണ്. ആ ടീമിനെ പിന്നീട് ഇവർ മൈൻഡ് ചെയ്യാതെ, ആദ്യമൊക്കെ പ്രതിഭയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അവസ്ഥയിലാണ് പറയുന്നത്. 2 മാസം ഉണ്ടാകും അല്ലെങ്കിൽ 3 മാസം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മ എന്നും രണ്ടാനമ്മ തന്നെയല്ലേ. നമ്മളൊക്കെ രണ്ടാനമ്മ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മാതാവ് തന്നെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരത നിങ്ങൾ കാണുന്നതല്ലേ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ ഉഷാറാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളെന്ന് പറഞ്ഞാൽ പൊന്നു പോലെയാണ് നോക്കുന്നത്. അതുമാത്രവുമല്ല, ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവർക്കുള്ള സ്നേഹം എത്രയാണെന്ന്. അവരുടെ ആ സംസാരത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള സ്നേഹമുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയില്ലേ അഭിനയമൊന്നുമല്ല, യഥാർത്ഥ മാതൃസ്നേഹം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ പറ്റി മനസ്സിലാക്കിയിട്ടും അതുപോലെ തന്നെ സജീഷിനെ പറ്റി മനസ്സിലാക്കിയിട്ടും തന്നെയാണ് പ്രദീപയും അവരുടെ മകളും ആ ഒരു ജീവിതത്തിലേക്ക് വന്നത്. ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ അസൂയ ഉണ്ടാകും. ആ അസൂയ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ സജീഷിനോടും ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. സജീഷിനോട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഞാനും പ്രതിഭയും തമ്മിലുള്ള ചില വീഡിയോസൊക്കെ വരുന്ന സമയത്താണ് ആൾക്കാർക്ക്
പെട്ടെന്ന് അതിനെതിരെ പറയാനുള്ള തോന്നുക. അതായത് നിങ്ങൾ ഇത്രമാത്രം ലിനിയെ സ്നേഹിച്ചോ എന്നുള്ള ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും. അതിന്റെ ഒരു മെന്റാലിറ്റി എന്താണെന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല. ഇപ്പൊ നിങ്ങൾ ചില വീഡിയോയിൽ ഇതുപോലെ ആയിരുന്നോ നിങ്ങൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ, ഇപ്പൊ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ മക്കള് പ്രതിഭ കുഞ്ഞുവിനും സിദ്ധുവിനെയും സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത്. അതായത് ജനങ്ങളുടെ ഏറ്റവും വലിയ ചൊറിച്ചൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ ലിനിയെ സ്നേഹിച്ചിട്ടുണ്ടോടോ? അതായത് ഇപ്പോഴും പ്രദീപയും നീയും തമ്മിലുള്ള വീഡിയോ കാണുമ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ട് ചൊറിഞ്ഞ് കയറുന്നുണ്ട്, ഞങ്ങൾക്കങ്ങ് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്, നീ ഇതുപോലെ ലിനിയെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള കുറേ മനോരോഗികൾ നമ്മളെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്കൊക്കെ വേറെ ഒരു ജോലിയുമില്ലേ, ഇവർ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരുടെ വീഡിയോ കാണുന്നവർക്കറിയാം. ഇവരങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അതുമാത്രവുമല്ല, ലിനി സിസ്റ്റർ ഇപ്പോൾ മരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സജീഷോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നുമല്ല, അവരുടെ ഒരു വിധി തന്നെയാണ്. അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞ ഒരു രോഗിയെ അവരൊരു രോഗിയെ ചികിത്സിച്ചു. അതുമാത്രവുമല്ല, ഇങ്ങനെയൊരു രോഗത്തെ പറ്റിയിട്ട് നമുക്ക് ഒരാൾക്ക് പോലും അറിവില്ല. അതായത് ഇങ്ങനെയുള്ള നിപ്പ എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റി നമ്മൾ കേട്ടത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴിക്കോട് ആ ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മാത്രമാണ്. പിന്നീടാണ് പല രാജ്യങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു രോഗത്തിലാണ് ഈ ലിനി സിസ്റ്റർ എന്ന് പറയുന്ന ആ സഹോദരി മരിക്കുന്നത്. അതിന് പോലും കാരണം ഒന്നുമല്ല, സജീഷ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ലിനി സിസ്റ്ററുമായിട്ട് ജീവിച്ചത്. പക്ഷെ വിധി അവരെ വേർപ്പെടുത്തിയപ്പോഴേ അയാൾക്ക് വേറൊരു വഴി നോക്കേണ്ടി വന്നു. അതിലാണ് എല്ലാവർക്കും പ്രശ്നം. ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്താ അറിയാ, ലിനി സിസ്റ്ററുടെ പേരിലുള്ള ജോലിയും വാങ്ങിച്ചു, പൈസയും വാങ്ങിച്ചിട്ട് നീ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഇവർക്ക് കമന്റ് വന്നിട്ടുണ്ട്. അതായത് ഇവരുടെ ആദ്യകാല വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള കമന്റുകളാണിത്. അതായത് ലിനി സിസ്റ്ററുടെ പേരിലല്ലടോ തനിക്ക് ജോലി കിട്ടിയത്, എന്നിട്ട് എന്തിനാടോ താൻ മറ്റുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത്. അതായത് ആ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എപ്പോഴും എന്ന് പറയുന്നത് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതിൽ നല്ലത് ഇപ്പോൾ അമ്മയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതല്ലേ. അതായത് അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ വളരെ സന്തോഷത്തിലാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നതോലോ അവരങ്ങനെ ഒരു വേർപെട്ട് അല്ലെങ്കിൽ വേറൊരു വേർതിരിവ് അങ്ങനെയൊന്നുമില്ല. അവർ നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേ ചില ആൾക്കാർക്ക് നല്ല ചൊറിച്ചലുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ഈ സ്നേഹം കിട്ടുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സജീഷ് എന്ന് പറയുന്നവൻ അങ്ങനെ ഒരു അഹങ്കാരിയോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൊള്ളരുതാത്തവനോ ഒന്നുമല്ല. അയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനിക്ക് കൊടുക്കേണ്ട ആ സ്നേഹം അയാൾ ഇപ്പോഴും മനസ്സുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, പ്രദീപ ഇപ്പോഴും സംസാരിക്കുമ്പോഴേ വളരെയധികം ബഹുമാനത്തോടു കൂടി മാത്രമാണ് ലിനിയെ പറ്റി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലിനി സിസ്റ്ററുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപക്ഷെ 2 കുഞ്ഞുങ്ങളെ കേരളത്തിൻ്റെ മക്കളാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അതായത് ലിനി സിസ്റ്ററുടെ മക്കള് അവരുടെ കണ്ണിന് നിറയാൻ പാടില്ല, അവർക്ക് ഇത്രയും അമ്മമാരുണ്ട്. അതുപോലെ തന്നെ മുൻ മന്ത്രിയായ നമ്മുടെ ശൈലജ ടീച്ചറെ അമ്മൂമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത്രത്തോളം ബന്ധമാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അന്വേഷിക്കാറുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ടീച്ചറുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ഫാമിലിയാണ് ഇവർ. നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ചൊറിച്ചലുകൾ, നീ ലിനിയെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോടാ, അല്ലെങ്കിൽ നീ ഇതുപോലെ ജീവിച്ചിട്ടുണ്ടോടാ, നീ അവളുടെ ജോലിയല്ലേ വാങ്ങിച്ച് തിന്നുന്നത് എന്നുള്ള കമൻ്റ് എഴുതുന്ന മനോരോഗികൾക്ക് മറുപടി നൽകാതിരിക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.